ദേഷ്യക്കാരനായ മകനോട് അച്ഛൻ പറയും, നിനക്ക് ദേഷ്യം വരുന്ന ഓരോ ദിവസവും വേലിയിൽ പോയിട്ട് ഓരോ ആണികൾ നീ അടിക്കണം. ദേഷ്യമില്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാവുകയാണെങ്കിൽ അത് നീ തിരിച്ച് പറിച്ചെടുക്കുകയും വേണം. അങ്ങനെ എല്ലാ ആണികളും പറിച്ചെടുത്തതിന് ശേഷം നീ എൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറയും. അതുപോലെ തന്നെ മകൻ എന്ത് ചെയ്യും? ദേഷ്യം കുറേ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകും. ദേഷ്യത്തിന് വരികയും ചെയ്യും, വേലിയിൽ പോയിട്ട് ഓരോ ആണികൾ അടിക്കുകയും ചെയ്യും. പെട്ടെന്നൊരു ദിവസം ദേഷ്യമില്ലാത്തൊരു ദിവസം വന്നെത്തി. അവൻ ആ ആണി തിരിച്ച് പറിച്ചെടുക്കും. അങ്ങനെ ദേഷ്യമില്ലാത്ത കുറേ ദിവസങ്ങൾ വരികയും ഈ ആണികളൊക്കെ അവൻ തിരിച്ച് പറിച്ചെടുത്ത് സന്തോഷത്തോടെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറയും, ഞാൻ അടിച്ച ആണികളൊക്കെ പറിച്ചെടുത്തു, എൻ്റെ ദേഷ്യമൊക്കെ കൺട്രോളായി എന്ന് പറയും. അച്ഛൻ മകനെയും കൂട്ടിയിട്ട് വേലിക്കൽ പോയിട്ട് ഈ അടിച്ച ആണികൾ പറിച്ചെടുത്ത സ്ഥലം കാണിച്ചിട്ട് പറയും, ഇവിടെ എല്ലാം മുറിവുകൾ അവശേഷിക്കുന്നുണ്ട്. ഇത് ഒരു വൂണ്ടുണ്ടല്ലോ, ഒരു ഹോളുണ്ടല്ലോ. അപ്പോൾ അതുപോലെയാണ് നമ്മളെ ജീവിതവും. ദേഷ്യം വരും, നമുക്ക് ക്ഷമിക്കാം, മറക്കാം, പൊറുക്കാം. പക്ഷേ അവശേഷിക്കുന്ന മുറിവുകളെ ഉണക്കാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ ദേഷ്യപ്പെടുമ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട എന്താ, നമ്മൾ ഉണ്ടാക്കുന്ന മുറിവുകളെ നമുക്ക് ഉണക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദേഷ്യം എന്ന് പറയുന്നതിന് നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം, കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അത് വന്നതിന് ശേഷം തിരിച്ചെടുക്കാൻ ഒരിക്കലും പറ്റില്ല.